ഏറ്റവും പവർഫുള്ളായിട്ടുള്ള അഡിക്ഷൻ എന്താന്ന് പറയാൻ പറ്റുമോ? മോസ്റ്റ് പവർഫുൾ അഡിക്ഷൻ. ഓക്കെ, വേറെ നിങ്ങളുടെ അഭിപ്രായം പറയാം. ഉണ്ടായിരിക്കാനല്ല ചോദിച്ചേ, ചോദ്യം ചോദിച്ചാൽ അഭിപ്രായം ഉണ്ടോ? സ്റ്റഡീസിൽ പറയുന്നത് സ്നേഹമാണെന്ന്. കമ്പയർ ചെയ്യാൻ പറ്റുമോ? എത്രയോ നമ്മുടെ അനുഭവങ്ങളുണ്ടല്ലേ. ഈ സ്നേഹത്തിൻ്റെ പുറത്ത് വളർത്തിയ അപ്പനെ അമ്മയും വിട്ടിട്ട് പോകുന്നവരുണ്ട് സ്നേഹമെന്ന് വിചാരിച്ച്. അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ പുറത്ത് സ്വന്തം ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ചവരുണ്ട്. അതിനേക്കാൾ വലുതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഈ ലോകത്തിലെ മറ്റൊന്നിനും അതിൻ്റെ അത്രയും അഡിക്ഷൻ കൊടുക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അത്രയും പവർഫുൾ ആകാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ നമ്മളെ വിട്ട് പോകുന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്നേഹത്തിൻ്റെ കുറവ്, അല്ലെങ്കിൽ നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നതിൻ്റെ കുഴപ്പം കൊണ്ടാണെന്ന് നമുക്ക് പറയേണ്ടി വരും. മരിച്ചു കിടക്കുന്നവരുടെ അടുക്കെ സ്നേഹം കാണിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? പലപ്പോഴും നമ്മൾ കാണുന്നതാ, അതായിരുന്നു ഇതായിരുന്നെന്ന് മരിച്ചു കിടക്കുമ്പോൾ അരമണിക്കൂർ പ്രസംഗിക്കാൻ ആൾക്കാരുണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അപ്പന്മാർക്കാണ് ഈ ഒരു പ്രശ്നം വരുന്നത്, ഈ സ്നേഹം പ്രകടിപ്പിക്കുന്നതിൻ്റെ അകത്ത്, അല്ലേ? അങ്ങോട്ട് പ്രകടിപ്പിക്കാൻ, ഒരു ഓപ്പണായിട്ട് അങ്ങോട്ട് കാണിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഒത്തിരി മാറ്റമുണ്ട്. ഞാൻ പറഞ്ഞു, പണ്ടത്തെ കാലത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ്. നമ്മൾ യഥാർത്ഥമായി ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ എവിടെയും പോകത്തില്ല. അവർക്ക് നമ്മളെ സ്നേഹിക്കണം, നമ്മൾ അവരെ സ്നേഹിക്കണം. യഥാർത്ഥമായി നമ്മൾ സ്നേഹിക്കുന്നു എന്ന് അവർക്ക് മനസ്സിലാവണം. അതിന് പ്രകടിപ്പിക്കാൻ നമ്മൾ ഇടയാവണം. സ്നേഹം ഒരു നാൾ ഉതിർന്നു പോകുന്നതല്ല എന്ന് വചനം നമ്മളെ പഠിപ്പിക്കും. ഏറ്റവും വലുതും ഏറ്റവും നിലനിൽക്കുന്നതും സ്നേഹമാണെന്ന് വചനം നമ്മളെ പഠിപ്പിക്കും. ആ സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കാൻ, നമ്മൾ ക്രിസ്തുവിൻ്റെ അനുയായികളല്ലേ, അപ്പോൾ അത് പ്രകടിപ്പിക്കാൻ തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഇച്ചിരി പാടായിരിക്കും, ആ ഗരുവൊക്കെ ഒന്ന് വിട്ടൊന്ന് ഇത് ചെയ്യാൻ, പക്ഷേ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. എന്നോട് ദൈവം സംസാരിച്ച കാര്യം പറയുന്നത്. ഓക്കെ, ഒരു 5 കാര്യത്തെക്കുറിച്ച് പറയാം. അത് കഴിഞ്ഞിട്ട് ആ ദൈവഭാഗത്തിലേക്ക് പോകാൻ വേണ്ടിയിരിക്കുന്നു. ഈ 5 കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ്. നമ്മൾ ശുദ്ധിയോടെ സൂക്ഷിക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റുമോ? ഞാൻ തന്നെ പറയും. ശരീരം, വസ്ത്രം, ചിന്തകൾ. ഇത് 3ഉം ശുദ്ധിയായിട്ട് നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്, നമുക്ക് കരുതാൻ പറ്റുന്നതാണ്. നിയന്ത്രിക്കേണ്ടത് നാവ്, വികാരം, മുൻകോപം. ഒരു പെർഫെക്റ്റ് ലൈഫിലേക്ക് എത്താൻ വേണ്ടിയുള്ള പോയിന്റുകളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മറക്കാതിരിക്കണം, അത് 3 കാര്യമാണ്. മരണം, ലഭിച്ച സഹായം, ഉപദേശങ്ങൾ. മറക്കാൻ എളുപ്പമാണ്, പക്ഷെ മറക്കരുത്. നമ്മുടെ മരണം അടുത്ത് തന്നെ ഉണ്ടെന്ന് നമുക്കൊരു ബോധ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ മരിക്കാനുള്ള ഒരു വ്യക്തിയാണെന്ന് നമുക്ക് ബോധ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രമപ്പെടും. ലഭിച്ച സഹായങ്ങൾ, ഉപദേശങ്ങൾ നമ്മൾ മറക്കരുത്, നഷ്ടപ്പെടുത്തരുത്. ആരോഗ്യം, അവസരം, ബന്ധങ്ങൾ. നഷ്ടപ്പെടുത്താൻ എളുപ്പമാണ്, പക്ഷെ നഷ്ടപ്പെടുത്തരുത്. ഒരിക്കൽ മാത്രം ലഭിക്കുന്നത് സമയം, യൗവനം, മാതാപിതാക്കൾ. വീണ്ടും ലഭിക്കത്തില്ല ഇതൊന്നും. ഇതെല്ലാം നമ്മൾ കെയർഫുള്ളായിട്ട് നമുക്ക് കിട്ടിയതെല്ലാം അതിൻ്റെ ബെനിഫിറ്റിൽ തന്നെ നമ്മൾ ചിന്തിച്ച് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം ശ്രേഷ്ഠമായിട്ട് നമുക്കൊരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ പറ്റും. ഞാൻ നേരെ, ഇത് ടോട്ടലി ഡിഫറെൻ്റ് ഒരു പാട്ടാണ്, വേറൊരു ഡിഫറെൻറ്റ് മെസ്സേജാണ്. അവിടെ നേരെ 1 രാജാക്കന്മാർ 17-1 മുതൽ 6 വരെയുള്ള ഭാഗത്തിലേക്ക് ഉണ്ട്. 1 രാജ 17 എന്നാൽ ഗിലെയാദിലെ തിശ്ബിയയിൽ നിന്നുള്ള തിശ്ബിയനായ ഏലിയാവ് ആഹാബിനോട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണേ, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. പിന്നെ അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ, നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് കിഴക്കോട്ട് ചെന്ന് യോർദാന് കിഴക്കുള്ള കിരീത്ത് തോട്ടിനരികെ ഒളിച്ചിരിക്കുക. തോട്ടിൽ നിന്ന് നീ കുടിച്ചു കൊള്ളണം. അവിടെ നിനക്ക് ഭക്ഷണം തരേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെ അവൻ പോയി യഹോവയുടെ കൽപ്പന പ്രകാരം ചെയ്തു. അവൻ ചെന്ന് യോർദാന് കിഴക്കുള്ള കിരീത്ത് തോട്ടിനരികെ പാർത്തു. കാക്ക അവന് രാവിലെ അപ്പവും ഇറച്ചിയും വൈകുന്നേരത്തെ അപ്പവും ഇറച്ചിയും കൊണ്ടുവന്നു കൊടുത്തു.
തോട്ടിൽ നിന്ന് അവൻ കുടിക്കും. സ്വതം നമുക്കെല്ലാം സുപരിചിതമാണ്, ഒത്തിരി മെസ്സേജുകൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. പക്ഷേ ഈ കാക്കയ്ക്ക് നമ്മൾ വേണ്ടത്ര പ്രാധാന്യം എവിടെയും കൊടുക്കാറില്ലല്ലേ? ഉണ്ടോ? പരുന്തിനൊക്കെ നമ്മൾ ശ്രേഷ്ഠമായിട്ടുള്ള പകുതി കൊടുക്കും. ഈ കാക്കയെ നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്. നമ്മൾ കാക്കയെ പറയാറുള്ള ഒരു പേരുണ്ട്, നാട്ടിൽ പറയാറുള്ള പേരുണ്ട്, ശുചീകരണ തൊഴിലാളി എന്ന് പറയാറുണ്ട്. കേട്ടിട്ടുണ്ടോ? അല്ലേ? ഈ കാക്കയുടെ ഒത്തിരി വേറെ പ്രത്യേകതകളുണ്ട്. കാക്ക മുട്ടയിടുന്ന ഇവിടെ വീടിന്റെ വീട്ടിലാണെന്ന് നമ്മൾ കേട്ടറിവ്. അതോ തിരിച്ചാണ്? ഓക്കെ, അപ്പോൾ ടോട്ടലി പോയേ. കാക്ക അറിയാതെ തന്നെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് നമുക്ക് ഗുണമായിട്ട്. പക്ഷെ നമ്മൾ പലപ്പോഴും കാക്കയെ ഏറ്റവും വേണ്ടാത്ത, ഒന്നിനും കൊള്ളാത്ത ഒരു ജീവിയായിട്ടാണ് നമ്മൾ പറയാറുള്ളത്. അടുത്തത് നമ്മൾ പറയുമ്പോൾ, അതായത് എനിക്ക് ഒന്ന് ലേവ്യ പുസ്തകത്തിൽ പറയുന്നുണ്ട്, എടുക്കണ്ട, 11:13-15 വാക്യം പറയുമ്പോൾ കാക്ക അറപ്പായിട്ടുള്ള ഒരു ജീവി, ഒരു പക്ഷിയായിട്ടാണ് പറയുന്നത്. അത് കഴിക്കാൻ കൊള്ളാത്ത ഒരു ജീവിയായിട്ടാണ് കാക്കയെക്കുറിച്ച് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇന്ന് തോന്നുന്നത്, എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും അതിനോടൊരു ഒരു വിദ്വേഷമുള്ളത്. പക്ഷേ ഒന്ന് നോർത്ത് നോക്കി ഇവിടെ ആ കാക്കയുടെ ഇമ്പോർട്ടൻസ്. ഒരു ഡ്യൂട്ടി ഏൽപ്പിച്ചാൽ അത് കൃത്യമായിട്ട് ചെയ്യാൻ കാക്കയെ കൊണ്ട് കഴിയും. ആരേൽപ്പിച്ച? ദൈവം ഏൽപ്പിച്ച ആ ഡ്യൂട്ടി കറക്റ്റായിട്ട് ചെയ്യാൻ കാക്കയെ കൊണ്ട് കഴിയും. എന്തുവായിരുന്നു ഡ്യൂട്ടി? ഒന്ന് അത് കറക്റ്റായിട്ടൊന്ന് പറയണം. ആ അപ്പ കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച്. രാവിലെയും വൈകിട്ടും അപ്പം ഇറച്ചി കൊണ്ടു കൊടുക്കും. രാവിലെയും വൈകിട്ടും അപ്പവും ഇറച്ചിയും കൊണ്ടു കൊടുക്കും. ഒരു ദിവസമാണോ? 2 ദിവസമാണോ? വേദപണ്ഡിതന്മാർ പറയുന്ന 6 to 1 വർഷം വരെ കൊടുത്തു എന്നാ. നമുക്ക് ചെയ്യാൻ പറ്റുമോ? 1 മാസം ചെയ്യാൻ പറ്റുമോ? 1 മാസം പറ്റത്തില്ല. കൃത്യമായിട്ട് ചെയ്യാൻ കാക്കയെ കൊണ്ട് കഴിയും. എന്നാൽ നമുക്ക് 1 മാസം മര്യാദയ്ക്ക് പ്രാർത്ഥിക്കും. രാവിലെ വൈകിട്ടും പ്രാർത്ഥിക്കൂ. ചെലവ് ഒന്ന് ബാക്കിയെല്ലാം സൈഡിൽ വെച്ചു. കഴിയൂ? ഒന്ന് തിരിച്ചറിവ് നമുക്ക് വേണം. കാര്യം എവിടാണെങ്കിലും ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കാൻ വേണ്ടി മൃഗങ്ങൾ കാണിച്ചേക്കുന്ന പോലെ അനുസരണം മനുഷ്യൻ ചെയ്തിട്ടില്ല. എന്നാൽ പറയുമ്പോൾ മനുഷ്യൻ എവിടാണ് ഏറ്റവും ശ്രേഷ്ഠൻ? സ്വരൂപത്തിൽ. ആരുടെ സ്വരൂപത്തിലാണ് സൃഷ്ടിച്ച? ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ. എന്നിട്ടും അനുസരണം, ഞാൻ എൻ്റെ കാര്യം പറയുന്നു, ലെവലേശമില്ല. എത്ര വട്ടം പറയും നമ്മളെടുക്ക്, അനുസരിക്കുന്നുണ്ട് നമ്മൾ. മൃഗങ്ങളെ കണ്ട് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമുക്ക് നേരെ ആദ്യത്തെ ഭാഗത്തിലേക്ക് തന്നെ പോകാം. ഏലിയാവിനെ കുറിച്ചുള്ള ഇൻട്രഡക്ഷൻ തുടങ്ങുന്നത് എവിടെയാണെന്നറിയാമോ? ഇതിന് മുന്നാണോ? ഏലിയാവിനെ കുറിച്ച് ഈ ഭാഗത്ത് ഏലിയാവിനെ കുറിച്ച് ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടോ? ഡയറക്റ്റ് എൻട്രി ഇവിടാ. ഏലിയാവിന്റെ ഡയറക്റ്റ് എൻട്രി ഇവിടാണ്. എൻട്രി എന്തോ ആയിട്ടാ? ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഴയും മഞ്ഞും നടക്കത്തില്ലെന്ന്. ഇതിന് മുന്നേ ഏലിയാവിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഏലിയാവ് ആരാണെന്നോ എന്തോ ആണെന്നോ പറഞ്ഞിട്ടില്ല. ഡയറക്റ്റ് എൻട്രി ആയിട്ട് പറയുവാണ്. അക്സെപ്റ്റ് ചെയ്യുമോ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും? ഒരാളിങ്ങോട്ട് വന്നിട്ട് എന്തെങ്കിലും ഒരു ഉപദേശം ഇതേപോലെ അല്ലെങ്കിൽ ഒരു പ്രതിരോധം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും അക്സെപ്റ്റ് ചെയ്യും? നീ ആരാ, നീ പോയി പണി നോക്കാൻ നമ്മൾ പറയല്ലേ? അങ്ങനെ പറയാറില്ലേ? ഒരു റൂളൊക്കെ, ഒരു കമ്പനിയിലൊക്കെ ഒരു പുതിയതായിട്ട് ആരെങ്കിലും വന്നിട്ട് ഒരു റൂളൊക്കെ ഒന്ന് ഇത് ചെയ്യാൻ വേണ്ടി നോക്കി കഴിയുമ്പോൾ നമ്മളെന്ത് പറയുന്നത്? നമ്മളിവിടെ കുറേ നാളായിട്ടുള്ളതാ. അത് തന്നെ ഇവിടെ അഹാമും കാണിച്ചത് അല്ലേ? അഹാം ട്രൈ ചെയ്തതായിരുന്നു. പക്ഷെ ഒന്ന് നോക്കി, എത്ര വിശ്വാസം ഉണ്ടായിരുന്നു ഏലിയാവിന്. ഏലിയാവിന് ദൈവത്തോടുള്ള വിശ്വാസം എത്ര വലുതായിരുന്നു. കാര്യം ഇത് ദൈവത്തിൻ്റെ അരുളപ്പാട് തന്നെയാണ്. അത് ആ ഉറപ്പോടെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഏലിയാവ് അവിടെ പോയി നിന്ന് പറയുമ്പം ആരുടെ മുന്നിലാണ് പറയുന്നത്? ആഹാവിൻ്റെ മുന്നിലാണ് പറയുന്നത്. ആഹാവിൻ്റെ മുന്നിൽ ഏലിയാവിന് ഒരു വിലയില്ല ആ സമയത്ത്. ആഹാവിന് അറിയത്തില്ല ഇത് ആരാന്ന് പോലും. അവിടെ വന്ന് നിന്ന് ധൈര്യത്തോടെ പറയുക. പറയാനുള്ള ഓപ്പണായിട്ട് പറഞ്ഞു. 2 കാര്യം, മഴയും മഞ്ഞും. മഴ ഓക്കെ, നമ്മൾ ഗൾഫ് രാജ്യങ്ങളിൽ കണ്ടിട്ടുണ്ട്, ഒരു 3-4 മാസത്തേക്കൊക്കെ മഴ പെയ്യത്തില്ല. മഞ്ഞിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ മഴയില്ലെങ്കിലും മഞ്ഞ് ഇവിടെ എല്ലാം ഉണ്ടല്ലേ? ഉണ്ടോ ഇല്ലയോ? ഒന്ന് ഓർത്ത് നോക്കി, എത്ര വലിയ ഒരു ഇതാ പറഞ്ഞതെന്ന്. വെളിപ്പാട് അല്ലെങ്കിൽ എത്ര വലിയ കാര്യമാണ് പറഞ്ഞതെന്ന്.
നമ്മൾ പലപ്പോഴും മഴയുടെ ഇത് വെച്ചുകൊണ്ട് മാത്രം അങ്ങ് നിർത്തും. മഴ മാത്രമല്ല, മഞ്ഞുകൊണ്ട്. പറഞ്ഞത് ചെറിയ കാര്യമല്ല. ആ ദേശത്തേക്ക് പിന്നെന്താണ്, ഒരു തരത്തിലുള്ള കൃഷിയോ ഒരു കാര്യമോ നടക്കത്തില്ല. ആ ദേശത്തേക്ക് വലിയൊരു ക്ഷാമത്തിലേക്കാണ് കൊണ്ടുപോകാൻ പോകുന്നത്. ഒരു ദേശത്തിൻ്റെ ഒരു നാശത്തിലേക്കാണ് ആ ഒരൊറ്റ കാര്യം കൊണ്ട് പോകാൻ പോകുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം പ്രയാസങ്ങളുണ്ടാകും. മഴയും മഞ്ഞും ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വളരുമോ? അവരുടെ എല്ലാ ശേഖരണങ്ങളും ഉപയോഗിക്കേണ്ടി വരും അവർ സ്വരൂപിച്ച് വെച്ചിരിക്കുന്നത്. കാര്യം മഴയും മഞ്ഞും ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൻ്റെ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ യഥാർത്ഥമായ ഫലങ്ങൾ എല്ലാ വൃക്ഷങ്ങൾക്കാണെങ്കിലും എല്ലാത്തിനും തരാൻ പറ്റത്തുള്ളൂ. ഇതില്ലാന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ക്ഷാമത്തിലേക്ക് പോകും. അപ്പം പറയുന്ന കാര്യം എത്ര വലിയ കാര്യമാണെന്ന് അറിഞ്ഞിട്ടാണ് ഏലിയാവ് ആ ധൈര്യത്തോടെ പറഞ്ഞത്. നമ്മളെ ഇതിനെങ്ങാനും വിട്ടിരുന്ന് നമ്മൾ എന്തോ ചെയ്തേനെ? നമ്മളെടുക്കെ ദൈവം നേരിട്ട് സ്വപ്നത്തിലോ അല്ലെങ്കിൽ എങ്ങനെയോ നമ്മളെടുക്കെ സംസാരിച്ചു, നീ പോയിട്ട് ഇങ്ങനെ പറയണമെന്ന് പറഞ്ഞു. പോകാൻ ധൈര്യമുണ്ടോ? ധൈര്യം ഇല്ലാത്തത് എന്തുകൊണ്ടാ? വിശ്വാസം ഇല്ലാത്തതുകൊണ്ട്. ദൈവത്തിൻ്റെ വലിപ്പത്തെക്കുറിച്ച് നമുക്കറിയത്തില്ല. ദൈവത്തിന് ചെയ്യാൻ കഴിയുന്ന കാര്യത്തെക്കുറിച്ച് നമുക്കറിയത്തില്ല. നമ്മളെടുക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 10 ചോദ്യം തിരിച്ചു പോയിരിക്കും. സത്യമായിട്ടും പോകണം. എന്നാൽ എനിക്കൊരു 2 അടയാളം ഒന്ന് കാണിച്ചാൽ അതിനൊരു സൈൻ താ. ഇത് ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് ആദ്യമേ ഒരു ബൂസ്റ്റിങ്, എന്നെ ഒന്ന് ഉറപ്പില്ല ആദ്യമേ. പലപ്പോഴും നമ്മളങ്ങനല്ലേ, നമ്മളെടുക്ക ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റ വാക്കിൽ അനുസരിക്കാറുണ്ടോ? ഇവിടെ എത്ര വട്ടം പറഞ്ഞു? ഒറ്റ വട്ടം പറഞ്ഞായിട്ട് എനിക്ക് വായിക്കുമ്പോൾ മനസ്സിലാവുന്നുള്ളൂ. എന്തായാലും പറഞ്ഞു, ആളിവിടെ വന്ന് പ്രസൻറ്റ് ചെയ്തു പ്രോപ്പറായിട്ട്. എന്നിട്ട് അടുത്ത ഉടനെ തന്നെ യഹോവ പറയുവാണ് ഏലിയാവിനോട്, നീ ഇവിടെ വിട്ടു പോകണോ? നമ്മുടെ ചിന്തയിൽ നമ്മൾ ഒരു സാക്ഷ്യം അല്ലെങ്കിൽ ഒരു ഉപദേശം ഒരിടത്ത് പറഞ്ഞിട്ട് അത് കാണാതെ അവിടുന്ന് പോകാൻ നമ്മൾ താല്പര്യപ്പെടുവോ? നോർമൽ. ഞാനൊരു ഒരു ദൈവത്തിൻ്റെ പ്രവചനം പോലത്തെ ഒരു പ്രവചനം ഞാൻ പറഞ്ഞു എന്ന് വിചാരിക്കട്ടെ. എൻ്റെ ആഗ്രഹം എന്തോ ഏറ്റവും വലുത്, ഞാൻ പറഞ്ഞ പ്രവചനം നടക്കുന്നത് എനിക്ക് കാണണം, അല്ലേ? നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം അങ്ങനെയൊക്കെ തന്നെയല്ലേ? ദൈവം പറയുവാണ്, നീ അത് കാണണ്ട, നീ പോവും. നിന്നോട് ഞാൻ പറഞ്ഞെടുത്തിട്ട് പോവും. നോക്കി ആ അനുസരണം എത്രയാണ്. വരാൻ പറയുമ്പോൾ വരാനും പോകാൻ പറയുമ്പോൾ പോകാനും ഒരു മടിയില്ല. നമുക്കോ ഈ അനുസരണം വലിയൊരു സംഭവം കേട്ടോ. വലിയൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വായിക്കുമ്പോൾ നമുക്ക് ഇസ്രായേൽ മക്കൾ എന്തുകൊണ്ടാണ് ഇവിടേക്ക് പോയത്, പ്രവാസത്തിലേക്ക് പോയത്? എന്തുകൊണ്ടാണ്? അനുസരണക്കേടാ. നോക്കി എത്ര വലുതാണ്. അനുസരണക്കേട് കൊണ്ട് ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് ഒത്തിരി വലുതാണ്. നമ്മൾ ഈ കാണിക്കുന്ന അനുസരണക്കേടുകൾക്ക് ഇമ്പാക്റ്റുകളുണ്ട്. പക്ഷെ കാര്യം എന്താ, നമ്മൾ മനസ്സിലാക്കാത്ത എന്തുകൊണ്ടാണ്? നമ്മൾ ഷോർട്ട് വ്യൂവിലില്ല നമുക്ക്. നമ്മൾ ആ അനുസരണക്കേട് കൊണ്ട് നമുക്ക് സംഭവിച്ചു പോയ പ്രശ്നം എന്താണെന്ന് നമ്മൾ അടുത്ത നിമിഷം നമ്മൾ കാണുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ പെയിൻ മനസ്സിലാവത്തുള്ളൂ. നമ്മൾ ഷോർട്ട് വ്യൂവിൽ അത് കാണുന്നില്ല. നമ്മൾ കുഴപ്പമില്ല, അനുസരണക്കേട് എന്തായാലും കുഴപ്പമില്ല, പോട്ടെ, കുഴപ്പമില്ല. കാര്യം എന്താണ്, നമുക്ക് മരണത്തെക്കുറിച്ചോ നമ്മുടെ നിത്യതയെക്കുറിച്ചോ നമുക്ക് വലിയ ബോധമില്ല. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു കാര്യത്തെ അനുസരണക്കേട് നമ്മൾ ഇങ്ങനെ വീണ്ടും 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 ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വന്നിട്ട് നേരെ പറഞ്ഞു, നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് കിഴക്കോട്ട് എന്ന് യോർദാന് കിഴക്കുള്ള കെരീത്ത് തോട്ടിനടുക്കിലേക്ക് ഒളിച്ചിരിക്കുക. കെരീത്തിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട് ഓഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പറഞ്ഞാൽ മുറിച്ച് മാറ്റുക, ഒരു വേർപാട്. അപ്പം ഇത്രയും ആൾക്കാരുടെയൊക്കെ മുന്നിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നേരെ അടുത്ത് പോകാൻ പോകുന്ന ഒരു ഏകാന്തതയിലേക്കാണ്. ഏകാന്തതയിൽ ചെല്ലുമ്പോഴും ദൈവം പറഞ്ഞല്ലേ, കേൾക്കാതിരിക്കുമോ? കേട്ടു. ഒറ്റയ്ക്ക് ഒരു റൂമിൽ ഒരു മണിക്കൂർ ഇരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് പാടാ. ഇവിടെ ഇവൻ്റെ കൂടെ വേറെ ആരെങ്കിലും ഉള്ളതായിട്ട് വല്ല ഇതുണ്ടോ? നമുക്ക് തിരിച്ചറിവുണ്ടോ? ആരുമില്ല, ഒറ്റയ്ക്ക് തന്നെയാണ്. കാര്യം ഇത് മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒളിച്ചിരിക്കുകയാണെന്നുള്ള കറക്റ്റായിട്ട് മനസ്സിലാക്കുന്ന അടുത്ത അധ്യായത്തിൽ ചെന്നിട്ട് പറയുന്നുണ്ട്, നിന്റെ എൻ്റെ യജമാനൻ നിന്നെ അന്വേഷിച്ച് രാജ്യം മുഴുവൻ ആളയച്ചെന്ന്, എന്നിട്ടും കണ്ടു കിട്ടിയില്ലെന്ന്. ഏകദേശം 3 വർഷത്തോളം 3.5 വർഷത്തോളം അവർ അന്വേഷിച്ചിട്ടുണ്ട്. ആരെ? ഏലിയാവിനെ കണ്ടുപിടിക്കാൻ വേണ്ടി. അപ്പോൾ കണ്ടുപിടിക്കാൻ വേണ്ടി അന്വേഷിച്ചിട്ടും കണ്ടു കിട്ടാതെ അവിടെ 6 മാസം അവിടെ ഇരുന്നിട്ടുള്ളൂ മാക്സിമം. അത് കഴിഞ്ഞിട്ട് വേറെ സാരഫാത്തിലാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം ഒളിച്ചിരിക്കുന്ന സ്ഥലം മറ്റാർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്ത, അപ്പോൾ അതുപോലെ ഉള്ളൊരു സാഹചര്യത്തിലിരിക്കുന്നത്. ഈ ഏകാന്തതയിൽ ഇരുന്നതിന് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ നമ്മുടെ ചിന്തയിൽ? എല്ലാ കാര്യങ്ങളും വിട്ട് നമ്മൾ ഒരു സ്ഥലത്തേക്ക് നമ്മളെ കൊണ്ടുപോകുമ്പോൾ, അല്ലെങ്കിൽ
ഒരു ശാന്തത അല്ലെങ്കിൽ ഒന്ന് ഒതുങ്ങിയിരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ ചിന്തിക്കാറുള്ളത് എന്താ? എല്ലാം കഴിഞ്ഞു, ഇനി എനിക്കൊരു ഉയർച്ചയില്ല, അല്ലെങ്കിൽ ഇനി എനിക്കൊരു രക്ഷയില്ല, ഞാനിവിടെ ഒറ്റയ്ക്കായിപ്പോയി, ഞാൻ പെട്ടുപോയി. ഇതൊക്കെയല്ലേ നമ്മൾ ചിന്തിക്കാറുള്ളത് പലപ്പോഴും. നമ്മൾ ഈ സിറ്റുവേഷനിലായിരുന്നെങ്കിൽ, ഇങ്ങനെ ഒളിച്ചോടേണ്ട ഒരു അവസ്ഥയൊക്കെ വന്നിരുന്നു എന്നുണ്ടെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കി, എത്ര ഭീകരമായിരുന്നേനെ. നമ്മളത് സർവേ ചെയ്യാൻ നമുക്ക് ബലമുണ്ടായിരുന്നു, ബലം കാണുമോ? പലപ്പോഴും നമുക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് സർവേ ചെയ്യാൻ വളരെ പാടായിരിക്കും. കാര്യം എന്താണ്? യഥാർത്ഥമായിട്ട് നമ്മളെടുക്കെ ഓർഡർ തരുന്ന ആരാണെന്ന്, നമ്മൾ ആരെയാണ് ഫോളോ ചെയ്യുന്നതെന്നുള്ളൊരു തിരിച്ചറിവില്ലാത്തതുകൊണ്ട് നമുക്ക് പലതും പ്രയാസമായിട്ട് തോന്നും, പലതിനും നമുക്ക് പ്രൂഫ് വേണം. പക്ഷെ ഇവിടെ എന്താണ്? ഏലിയാവ് നേരെ പോവാണ്, അവിടെ പോയി ഇരിക്കുവാണ്. അപ്പം ഇവിടെ ഇരുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റാണ് അടുത്ത സാരഫാത്തിലോട്ട് ചെല്ലുമ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. നമ്മൾ സാരഫാത്തിലോട്ട് പോകുന്നതിന് മുന്നേ ഇവിടെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട് കാക്കയെക്കുറിച്ച്. കാക്കയ്ക്ക് അപ്പം ഉറച്ച് എവിടുന്ന കിട്ടുന്നത്? കാക്ക കുക്ക് ചെയ്യാറുണ്ടോ? ഉണ്ടാരോ? ആരാ കൊടുക്കുന്നത്? നിങ്ങളെന്ത് സൈലന്റ് ആയിട്ടിരിക്കുന്നത്? ഞാൻ പറഞ്ഞ തെറ്റുവല്ലോ ഉണ്ടോ? ദൈവം കുക്ക് ചെയ്ത് കൊടുക്കുമോ? എവിടുന്നായാലും ശരി അതിനുള്ള അറേഞ്ച്മെന്റ് ദൈവം ചെയ്തിട്ടുണ്ട്. ഇനി കാക്കയ്ക്ക് ഒരു മാസം ഫുഡ് കൊടുക്കാമെന്ന് എത്ര പേരുണ്ട് ഇവിടെ? നിങ്ങളുടെ ദൈവം പറഞ്ഞു എന്ന് വിചാരിക്കുക. നിങ്ങൾ ദൈവത്തെ വിശ്വസിച്ച് കാക്കയ്ക്ക് ഫുഡ് കൊടുക്കും? ഏതെങ്കിലും മൃഗത്തിന് ഫുഡ് കൊടുക്കും ഒരു മാസം? അതും 2 നേരം അപ്പം ഇറച്ചിയും കൊടുക്കുമോ? നോക്കിയേ, അവിടെ ദൈവം ഇതിന് പുറകിൽ ഒത്തിരി കാര്യങ്ങൾ, അറിയാത്ത മണ്ഡലങ്ങളിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മളെ ഒരിടത്ത് ആക്കി വച്ചിരുന്നാലും നമുക്ക് വേണ്ടത് പലതും പലയിടത്തും ചെയ്യുന്നുണ്ട്, നമ്മൾ കാണുന്നില്ല. നമ്മൾ പലപ്പോഴും നമ്മുടെ ഇവിടെയുള്ള മുന്നിലുള്ളത് മാത്രമേ കാണുന്നുള്ളൂ. നമ്മളൊക്കെ നാട്ടിൽ നിന്നപ്പോഴും നമുക്ക് വേണ്ടിയുള്ള കമ്പനികളും കാര്യങ്ങളും ഇവിടെ ബിൽഡ് ചെയ്ത് ആരാ? അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയുള്ള ജോലി കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് ആരാ? ദൈവമാ. നമുക്ക് പക്ഷെ അതിനകത്തൊരു ഉറപ്പില്ല, നമുക്കൊരു വിശ്വാസമില്ല. നമ്മൾ ജനിക്കുന്നതിന് മുന്നേ നമ്മളെ കണ്ടിട്ടുണ്ട്, നമുക്ക് വേണ്ടതെല്ലാം കരുതി വച്ചിട്ടുമുണ്ട്. പക്ഷേ നമുക്കൊരു വിശ്വാസം മാത്രം മതി. നമ്മൾ ഒരു പ്രയാസത്തിൽ പോകുമ്പോൾ അതിന് വേണ്ട ഉള്ള രക്ഷയും അല്ലെങ്കിൽ അതിന് വേണ്ടുള്ള പ്രതിവിധിയും ദൈവം നേരത്തെ കണ്ടിട്ടുണ്ട്. അതാണ് വചനത്തിൽ പറയുന്നത്, പരീക്ഷയ്ക്ക് മുന്നേ അതിനു വേണ്ടിയുള്ള പോക്കുവഴി കണ്ടിട്ടുണ്ട്. പക്ഷെ നമുക്കെന്താണ്? ധൈര്യം ഇല്ലാത്തതാണ്, അല്ലെങ്കിൽ നമുക്കൊരു വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ദൈവത്തെ. ഞാൻ ചിന്തിച്ച്, ഇത്രയും ക്ഷാമത്തിലൂടെ പോകുന്ന അവസ്ഥയിലും ഈ കാക്കയ്ക്ക് ഇത്രയും ഫുഡ് കൊടുക്കാൻ ഏതോ ഒരു മഹത്തായ വ്യക്തിയെ, അല്ലെങ്കിൽ ഒന്നല്ലായിരിക്കാം 1000 ആയിരിക്കാം, അതിൽ ഒരാളെ കൊണ്ടൊന്നും മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇനി അടുത്ത് കാക്കയുടെ സ്വഭാവം നമുക്കറിയാം. കാക്ക കിട്ടിയ ആദ്യമേ അത് തിന്നും, ഇല്ലേ? ഏത് മൃഗമാണെങ്കിലും അതിനാദ്യമേ ഫുഡ് കിട്ടി അത് തിന്നും. അത് കഴിഞ്ഞിട്ട് അടുത്ത കാര്യത്തെക്കുറിച്ച്. അപ്പം ഈ കൊടുത്ത ആളുടെ കൃപയൊന്ന് ഓർത്ത് നോക്കി. ആദ്യമേ കാക്കയ്ക്ക് കൊടുക്കണം, കാക്ക കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചിന്ത, ഒരു കാക്കയാണോ ഇതൊരു കൂട്ടം കാക്കയാണോ? പലപ്പോഴും ചിന്തിക്കും, ഒരാളുടെ ഫുഡ് വയറ് നിറയ്ക്കാൻ വേണ്ടി കരുത് തോട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കടലിൻ്റെ ഒരു കാട് പിടിച്ച ഒരു സ്ഥലം പോലത്തെ ഒരു ഭാഗമായിട്ടാണ് പറയുന്നത്. അപ്പം എന്തായാലും ഇച്ചിരി ലോങ് സൈറ്റിൽ നിന്ന് വേണം ഇത് കൊണ്ടുവരാൻ. പാഴ്സൽ ബാഗില്ല. അപ്പം ഒരു ലോങ് സൈറ്റിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. അപ്പം ഒരപ്പം ഒരു വായിക്ക് കൊണ്ടുവരാൻ പറ്റിയാൽ പോലും എത്ര ട്രിപ്പ് പോകണം? മിനിമം 3 ട്രിപ്പ് പോകണം. അപ്പം ഇറച്ചിയോ? ഇത് എത്രയും ട്രിപ്പ് പോയി വരുമോ? അത് നമ്മുടെ ഭാഗമല്ല, വിട്ടേക്ക്. എന്നാലും ഞാൻ പറയുവാണ്, ഒരു കൂട്ടം കാക്കെങ്കിലും കാണും. അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വയറ് നിറയ്ക്കാൻ വേണ്ടിയുള്ള രീതിയിൽ ഫുഡ് കൊണ്ടുവരാൻ പറ്റത്തില്ല. അത് നമ്മുടെ ചിന്തയില്ല, കാക്കാന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അടുത്തത്, ദൈവത്തിന് എന്താ 1 മാസം ഫുഡ് ഒന്നിച്ചു കൊടുത്തുകൂടായിരുന്നു? കുക്ക് ചെയ്ത് കഴിക്കണം. വെള്ളമില്ല തോടുള്ളത്. അത് നമ്മുടെ ആഗ്രഹമാണ്. മസാല വേണം, അത് വേണം, ഇത് വേണം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഭക്ഷണം ഇത് കിടക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ കാട്ടിലെ ഭക്ഷണങ്ങൾ കഴിച്ച് കിടക്കാൻ പറ്റത്തില്ലായിരുന്നു. പഴങ്ങൾ കാര്യങ്ങൾ ജീവിക്കാൻ പറ്റത്തില്ലായിരുന്നു.
പോട്ടെ, ഇസ്രായേൽ മക്കൾ എങ്ങനെയായിരുന്നു കുറേ നാൾ കഴിഞ്ഞ്? മന്നയായിരുന്നല്ലേ, ഒറ്റ ഫുഡായിരുന്നു വർഷങ്ങൾ കഴിച്ചത്. ഇവിടെ ഏലിയാവും കഴിച്ചത് മാസങ്ങളെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒറ്റ ഫുഡ്, ഒരേ ഐറ്റം ഫുഡാണ്. നമുക്ക് 3 ദിവസം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ദഹിക്കത്തില്ല. ഒരു ഫുഡ് 3 ദിവസം അടുപ്പിച്ച് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദഹിക്കത്തില്ല. കാര്യം എന്താ? മടുത്തു പോലെ, ഭയങ്കര മടുപ്പാണ് നമുക്ക്. ഒരു ദൈവത്തിൻ്റെ പൈതലിന് ഈ സംഭവം ഒന്നും വരത്തില്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഇത് മടുപ്പിൻ്റെ അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വചനം നമ്മളെ മടുത്തു പോകാതിരിക്കാൻ വേണ്ടി ഉണർന്നിരിക്കാനും പറയുന്നുണ്ട്, പ്രാർത്ഥിക്കാനും പറയുന്നു. പോട്ടെ. അപ്പം ഇതിൽ നിന്ന് വേറെ ചിന്ത പറയുന്നത്, ഓരോ ദിവസത്തെയും രാവിലെയും വൈകിട്ടും അത് പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ അവനൊരു പ്രാർത്ഥനയുണ്ട് ദൈവത്തിനോട്, ഇല്ലേ? എൻ്റെ ദൈവമേ, എനിക്ക് വേണ്ടത് തക്ക സമയത്ത് തരണേ. ഈ പ്രാർത്ഥന നമുക്കുണ്ടോ? അന്നേക്കുള്ള ആഹാരത്തിന് വേണ്ടി ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല, ഞാൻ തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് കൊടുക്കുകയും ചെയ്ത് കാണിച്ചിട്ടുണ്ട്. നമുക്ക് വിശ്വാസമുണ്ടോ? കാക്കയെ കൊണ്ടുവന്ന് കൊടുത്ത് കാണിച്ചിട്ടുണ്ട്, എന്നാലും നമുക്ക് വിശ്വാസമില്ല. ബൈബിളിലുള്ളതല്ലേ? കാക്കയെ കൊണ്ട് കൊടുപ്പിച്ച് നമ്മൾ കണ്ടതല്ലേ, നമുക്കറിയാവുന്നതല്ലേ? നമുക്ക് നാളത്തെ ആഹാരത്തെക്കുറിച്ച് ബുദ്ധിമുട്ട് തോന്നാറുണ്ടോ? ചിന്തയുണ്ടോ? 1 മാസം കഴിഞ്ഞ് എന്താകും ചിന്തയുണ്ടോ? ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കാര്യമല്ല, നമുക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മുടെ ഫുഡ്, നമുക്ക് വേണ്ട വസ്ത്രവും കാര്യങ്ങളും എല്ലാം തരാൻ വേണ്ടി ഒരാൾ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. അയാൾ തക്ക സമയത്ത് നമുക്ക് വേണ്ടതെല്ലാം തരും. നമ്മൾ അവരെ അതിലങ്ങ് വിശ്വസിച്ചാൽ മാത്രം മതി. എന്ത് പ്രശ്നം നടന്നാലും തൻ്റെ ഭക്തന് വേണ്ടത് തരാനുള്ളത് ദൈവത്തിൻ്റെ ഉത്തരവാദിത്വം. അവനെ വിളിച്ചേരുന്നവർക്ക് തക്ക സമയത്ത് ആ കാര്യങ്ങളെല്ലാം ഒന്നും മുടങ്ങാതെ കിട്ടും. നമ്മളുടെ ഡ്യൂട്ടി വിശ്വാസത്തോടെ നിൽക്കുക എന്നുള്ളതാണ്. ഓരോ ദിവസവും അങ്ങോട്ട് നോക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഇവിടുന്ന് ഏലിയാവിൻ്റെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്, ഓരോ ദിവസവും വേണ്ടത് തക്ക സമയത്ത് രാവിലെയും വൈകിട്ടും കറക്റ്റായിട്ട് കൊടുത്തു. ഇത് നമുക്ക് വേണ്ട ഒരു പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ നമുക്ക് പറയാം. രാവിലെയും വൈകിട്ടും നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് വേണമെങ്കിലും ഇതിൽ നിന്നൊരു ഉപദേശം നമുക്ക് എടുക്കാൻ പറ്റും. കാര്യം എന്തുകൊണ്ടാണ്? ആ ഭക്ഷണത്തിന് മുന്നേ തൻ്റെ വേറെ ഒന്നുമില്ല തനിക്കവിടെ. വേറെ എന്തെങ്കിലും ജോലി ചെയ്യാനുണ്ടോ? ഇവൻ കുക്ക് പോലും ചെയ്യണ്ട, സ്വന്തം ആഹാരം കഴിക്കാൻ വേണ്ടി പോലും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അവിടെ ഇരുന്നാൽ മതി, ഒരിടത്ത് ഇരുന്നാൽ മതിയെന്ന്. ഒരിടത്തിരുന്ന് മണ്ടക്കോട്ട് മാത്രം നോക്കിയാൽ മതിയെന്ന്, തനിക്ക് വേണ്ട തന്നുകൊണ്ടിരിക്കും. നോക്കി എത്ര ശ്രേഷ്ഠമായിട്ടാണ് തൻ്റെ ദാസനെ ദൈവം നടത്തിയത്. ഈ ദൈവം ഇന്നും നമ്മളെ നടത്താൻ ശക്തനല്ലേ? കൈ കുറുകിപ്പോയിട്ടുണ്ടോ? എന്താണ് നമുക്ക് കുഴപ്പം വരുന്നത്? പലതും നമ്മളുടെ വിശ്വാസക്കുറവാണ്, പലതും നമ്മളുടെ അനുസരണക്കേടുകളാണ്. നമ്മുടെ ഏകാന്തതയിലുള്ള ഒരു പരിശീലനം ഒരു വലിയ ശുശ്രൂഷയുടെ ആരംഭമാണെന്ന് നമുക്ക് ചിന്തിക്കാറുണ്ടോ? നമുക്ക് ജോലിയൊക്കെ നഷ്ടമായി ഒരിടത്ത് നമ്മളെ ഒരു പരുവത്തിലൊന്ന് ഒതുക്കി ഇരുത്തി കഴിഞ്ഞാൽ നമ്മളുടെ ചിന്ത എന്താണ്? നമ്മൾ അടുത്ത ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങണം, അടുത്ത ജോലി കിട്ടണം, ഇതിനേക്കാൾ ബിസി ആയിട്ടിരിക്കണം, അല്ലേ? നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, കൂടുതൽ ബിസി ആവുന്നവരെ പിടിച്ചവിടെ ഇരുത്തി പറയേണ്ട കാര്യമില്ലല്ലോ. അനുഭവമുണ്ട് നമുക്ക്. ഇസ്രായേൽ മക്കളുടെ അനുഭവം എഴുതി വെച്ചിട്ടുമുണ്ട്. 490 വർഷമാണ് കിടന്നത്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മൾ ആചരിക്കേണ്ട കാര്യം, നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിടിച്ചിരുത്തി ചെയ്യിപ്പിക്കാൻ ദൈവത്തിനറിയാം. നമ്മൾ അതിലോട്ട് ദൈവത്തിനെ നിർബന്ധിതരാക്കരുത്. നമുക്കറിയാവുന്ന കാര്യമല്ലേ? അപ്പം നമ്മളത് ചെയ്യേണ്ടത് തക്ക സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. ശബത്ത് ആചരിക്കാൻ പറഞ്ഞാൽ ആചരിച്ചു, ഉപവാസം എടുക്കാൻ പറഞ്ഞാൽ ഉപവാസം എടുത്തു. ദൈവം നമ്മളോട് സംസാരിക്കുന്നതനുസരിച്ച് നമ്മൾ ചെയ്തു. ദൈവം നിർബന്ധിച്ച് നമ്മളെ അതിൻ്റെ തിരുത്തേണ്ട വരില്ല. കാര്യം ഇത് ഞാൻ ചെയ്തിട്ടുള്ളത്. വെള്ളിയും ഇതും ശനിയും ഞായറും ഒന്നുമില്ലാതെ കണ്ടിന്യൂസ് ഓടിയിട്ട് മാസത്തോളം വീട്ടിൽ ഇരുന്നിട്ടുള്ള ആളാണ് ഞാൻ. ഇരുത്തിയിട്ടുള്ളത് ഒത്തിരി വേറെ അനുഭവത്തിൽ ഞാൻ കണ്ടിട്ടുമുണ്ട്. നമ്മുടെ ഉറപ്പില്ലായ്മ എന്തുകൊണ്ടാണ്? നമുക്ക് വിശ്വാസത്തിൻ്റെ ഉറപ്പും കൊണ്ടാണ് പലപ്പോഴും നമ്മൾ അതിൻ്റെ പുറകെ ഓടിയത്. നമ്മുടെ ചിന്ത, നമ്മൾ ഈ ജോലി ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ശ്രേഷ്ഠമായിട്ട് ഈ കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നത്. ബൈബിളിൽ വ്യക്തമായിട്ട് പറയുന്നത്, സമ്പത്തിൽ ഒരു ശക്കലം പോലും ദൈവത്തിന് അനുഗ്രഹമില്ലാതെ കൊടുത്തു.
എത്ര ഓവർ ടൈം ചെയ്തോ ഒരു ദിവസം ആശുപത്രി പോകാനുള്ളതേ ഉള്ളൂ. ഒറ്റ രോഗം കൊണ്ട് കോടീശ്വരന്മാർ ഒത്തിരി താഴ്ന്ന നിലയിലെത്തിയ അവസ്ഥ ഞാൻ കണ്ടിട്ടുണ്ട്, ഞങ്ങളുടെ നാട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളുടെ ശ്രേഷ്ഠതയല്ല നമ്മൾ ഈ നടക്കുന്നത്, നമ്മളെ നടത്തുന്നത് നമ്മുടെ ദൈവമാണ്. നമ്മളോട് കൃപ കാണിച്ചത് കൊണ്ടാണ്, നമ്മളോട് ഓരോ ദിവസം ദൈവം കൃപ കാണിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഓരോ ദിവസം എണ്ണിച്ച് നടക്കുന്നത്. നമുക്ക് നമ്മുടെ ഈ ആരോഗ്യം ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇത്രയും നമുക്ക് എന്താണ് ഒരു അഹങ്കാരവും നമുക്ക് ഈ അനുസരണക്കേടും ഉള്ളത്. നമ്മൾ ഒന്ന് തൊട്ടാൽ നമ്മുടെ ഈ അഹങ്കാരവും അനുസരണക്കേടും തീരും. പക്ഷെ നമ്മൾ പലപ്പോഴും എന്താണ് ചെയ്യുന്നത്? നാളെ ഉണ്ട്, എൻ്റെ ആരോഗ്യം എനിക്കുണ്ട്, എനിക്കെല്ലാം ഉണ്ട്, ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ഓടും. ദൈവത്തിന് വേണ്ടി ഒരു കാര്യം ചെയ്യാമോ? ഇല്ല. ഞാൻ അത് പിന്നെ 60 വയസ്സ് കഴിഞ്ഞിട്ട് ഞാൻ ആലോചിക്കും. യൗവനത്തിൽ ആരെ ഓർക്കാനാ പറഞ്ഞേക്കുന്നത്? സൃഷ്ടാവിനെ. അതെന്തൂടെ പറഞ്ഞത്? എന്തുകൊണ്ടായിരിക്കും അങ്ങനെ എടുത്തു പറയാൻ കാര്യം? യൗവനത്തിൽ ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും പ്രായമായ ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ ശരീരം നമ്മളെ അനുവദിക്കത്തില്ല. പണ്ട് 300-400 ഒക്കെ വയസ്സ് വരെ ജീവിച്ചിരുന്ന സമയത്ത് പറ്റുമായിരുന്നു. പക്ഷേ അഹങ്കാരം കൊണ്ടൊക്കെ തന്നെ ഇങ്ങ് താത്തു. ഇപ്പം ചെറിയ 80 വരെയൊക്കെ പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ യൗവനം ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റത്തില്ല. ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെയൊക്കെ പലതും, നമ്മൾ ചെയ്തു തുടങ്ങണം. പലപ്പോഴും നമ്മൾ ചെയ്യാത്തതിൻ്റെ കുഴപ്പം എന്താണ്? നാളെ ഉണ്ടെന്നുള്ള വീണ്ടും നാളെ ഉണ്ടെന്നുള്ള കാര്യം. ഈ നാളെ നമ്മൾ നീട്ടിയാൽ കൊണ്ടുപോകല്ലേ വർഷങ്ങളായിട്ട്. ആ ഒരു ചിന്തയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ അടുത്ത ദിവസം നമ്മളുടെ മരണമാണെങ്കിൽ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ക്രമപ്പെടുത്താൻ എന്തെങ്കിലും ഉണ്ടോ? ആരോടെങ്കിലും ക്ഷമ പറയാനുണ്ടോ? ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും നമുക്ക് ചെയ്യാനുണ്ടോ? വീട്ടുകാരെ ക്രമപ്പെടുത്തുവോ? എന്തൊക്കെ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും? ഇത് നമ്മൾ ചെയ്യാത്ത എന്തുകൊണ്ടാണ്? വീണ്ടും നമ്മുടെ ചിന്ത എന്താണ്? നാളെയും ഞാൻ സർവേ ചെയ്യും, മറ്റന്നാളും ഞാൻ സർവേ ചെയ്യും, ഞാൻ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും. ഇതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഈ ഏകാന്തതയിൽ ഇരുന്ന് പഠിച്ചതിൻ്റെ റിസൾട്ടാണ് താഴെ സാരാഫാത്തിലോട്ട് വരുന്നത്. ഞാൻ അവിടുന്ന് ചെറിയ കാര്യം പറഞ്ഞിട്ട് ഞാൻ ഇരിക്കാൻ വേണ്ടി ആഗ്രഹിക്കാം. സാരാഫാത്തിലോട്ട് വരുമ്പം ദൈവം പറയുന്നത് എന്താണ്? ഞാൻ അവളോട് വിധവയോട് കൽപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്, അല്ലേ? തോട്ടിലെ വെള്ളം തീർന്നു പോയി. അപ്പം അവിടെ പറയുവാണ്, ഇണ്ണിച്ചു പോയിട്ട് സാരാഫാത്തിലോട്ട് പോ, സാരാഫാത്തെ വിധവയോട് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ചെന്ന് നോക്കുമ്പോൾ അവിടെ കൽപ്പിച്ച രീതി വല്ലതും ആണോ കാണുന്നത്? ആണോ? അവിടെ ചാവാൻ വേണ്ടി ഇരിക്കുമെന്നവർ. ആകെപ്പാട് ശകലം മാവും ശകലം എണ്ണയുണ്ട്, അത് കഴിച്ചിട്ട് ഞങ്ങൾ മരിക്കാൻ വേണ്ടി ഇരിക്കുവാണ്. കൽപ്പിച്ചതായിട്ട് എന്തെങ്കിലും കാണുന്നുണ്ടോ കൺമുന്നിൽ? ഒന്ന് എനിക്കിതിൻ്റെ അകത്ത് ആ ഏലിയാവിൻ്റെ പരിജ്ഞാനം എന്ന് പറയുന്നത് എത്ര വലുതാണെന്ന് ചിന്തിക്കാം. അത് വേണം ഒന്ന് വായിച്ചാൽ മനസ്സിലാവും. 10 തൊട്ട് 13 വരെ. അങ്ങനെ അവൻ എഴുന്നേറ്റ് സാരാഫാത്തിൽ പോയി. അവൻ പട്ടണവാതിൽക്കൽ എത്തിയപ്പോൾ അവിടെ ഒരു വിധവ വിറക് നുറുക്കിക്കൊണ്ടിരുന്നു. അവൻ അവളെ വിളിച്ചു, എനിക്ക് കുടിപ്പാൻ ഒരു പാത്രത്തിൽ കുറെ വെള്ളം കൊണ്ടുവരണമേ എന്ന് പറഞ്ഞു. അവൾ കൊണ്ടുവരുവാൻ പോകുമ്പോൾ ഒരു കഷ്ണം അപ്പവും കൂടെ നിന്റെ കയ്യിൽ കൊണ്ടുപോരണമേ എന്ന് അവൻ അവളോട് വിളിച്ചു പറഞ്ഞു. അതിന് അവൾ, നിന്റെ ദൈവമായ യഹോവയാണ്, കലത്തിൽ ഒരു പിടി മാവും തുരുത്തിയിൽ അല്പം എണ്ണയും മാത്രമല്ലാതെ എനിക്ക് ഒരു അപ്പവും ഇല്ല. ഞാൻ ഇതാ 2 വിറക് പെറുക്കുന്നു. ഇത് കൊണ്ടു ചെന്ന് എനിക്ക് മകനും വേണ്ടി ഒരുക്കി അത് ഞങ്ങൾ തിന്നിട്ട് മരിപ്പാൻ എനിക്കാകുന്നു എന്ന് പറഞ്ഞു. ഏലിയാവ് അവളോട്, ഭയപ്പെടേണ്ട, ചെന്ന് നീ പറഞ്ഞതുപോലെ ചെയ്യുക. എന്നാൽ ആദ്യം എനിക്ക് ചെറിയൊരു അട ഉണ്ടാക്കിക്കൊണ്ടുവരിക, പിന്നെ നിനക്കും നിന്റെ മകനും വേണ്ടി ഉണ്ടാക്കിക്കൊള്ളുക. സോദരം, ഇവിടെ ആദ്യമേ അപ്പം ചോദിച്ചിരുന്നുണ്ടെ കിട്ടുമായിരുന്നു. എൻ്റെ ഒരു ചിന്തയാണ്, അപ്പം ചോദിച്ചായിരുന്നു കിട്ടുമായിരുന്നു. അവളെന്താ പറഞ്ഞേ ആദ്യമേ? സോറി, ഇല്ല, ഇവിടെ ഒന്നുമില്ല, നിങ്ങൾ പോകൂ. അതായിരിക്കത്തില്ലായിരുന്നു റിസൾട്ട്. നമ്മുടെ വീട്ടിൽ വന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുന്നത്? എന്തിനും പറയുമോ അതോ കൊടുക്കുമോ? പച്ചവെള്ളം ആയതുകൊണ്ട് ആദ്യമേ കൊടുക്കാൻ വേണ്ടി പോയത്. കാര്യം അത് അവളുടെ വീട്ടിലുണ്ടെന്ന് വ്യക്തമായിട്ട് അറിയാം. പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് പോകുന്ന വഴിക്കാണെന്ന് പറഞ്ഞത് 2 അപ്പോഴും ഇങ്ങോട്ട് തീർത്തേക്കാൻ. അതുകൊണ്ടാണ് അവളൊന്ന് ഉള്ളു തുറക്കാനിടയായത്.
ഇങ്ങനല്ല സിറ്റുവേഷൻ, ഇത്രയേ ഉള്ളൂ, ഇതൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞു. അവിടെയും എന്താ പറഞ്ഞത്, ആദ്യം എനിക്കൊരു ചെറിയ ഒരട ഇങ്ങ് ഉണ്ടാക്കിക്കൊണ്ട് പോവാ, അത് കഴിഞ്ഞ് നീ ഉണ്ടായിക്കോളാം, അനുസരിച്ച് വേണം. അതിൻ്റെ അകത്ത് ഒരു ഏറ്റവും വലിയൊരു പോയിന്റ് അവിടെ ഉള്ളത്, നിന്റെ ദൈവമായ യഹോവയാണ് കലത്തിൽ ഒരു പിടി മാവും. നിന്റെ ദൈവമായ യഹോവ എന്ന് എങ്ങനെ ഈ സാരാഫാത്തിലെ വിധവ അറിഞ്ഞു? അല്ലെങ്കിൽ ഇവൻ യഹോവയുടെ ശിഷ്യനാണെന്നുള്ള, അല്ലെങ്കിൽ യഹോവയെ അനുസരിക്കുന്നവനാണെന്ന് സാരാഫാത്തിലെ വിധവ എങ്ങനെ അറിഞ്ഞു? എങ്ങനെ മനസ്സിലാക്കി? വിധവയോട് കൽപ്പിച്ചു. തീർച്ചയായിട്ടും കൽപ്പിച്ചിട്ടുണ്ട്. വിധവ അതുകൊണ്ട് തന്നെയാണ് ദൈവത്തിനെ കുറിച്ച് അറിവുണ്ടായിരുന്നത്. പക്ഷെ നമ്മുടെ ഈ പ്രവൃത്തിയിൽ ഈ ഭാഗത്ത് കാണുമ്പോൾ സാധനം കൽപ്പിച്ചതായിട്ട് നമുക്ക് മനസ്സിലാവത്തില്ല. കൽപ്പന കൊടുത്തത് കറക്റ്റാണ്, പറഞ്ഞിട്ടുണ്ട്. ദൈവം അവിടെ പറഞ്ഞ എന്താണ്, ഞാൻ വിധവയോട് കൽപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞ കാര്യം കൽപ്പിച്ചിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ ആദ്യമേ ഒന്ന് വായിക്കുമ്പോൾ എന്താണ് കൽപ്പന ചെയ്ത രീതിയിൽ കാണത്തില്ല. ഈ ദൈവമായ യഹോവയാണെന്ന് പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്, ദൈവമായ യഹോവ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ചെയ്യണമെന്ന്, അവൻ അപ്പം കൊടുക്കണമെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഒരു അനുസരണയോടെ ആദ്യമേ ഒരു അപ്പം കൊണ്ടുവരാൻ പറഞ്ഞപ്പം ആ ചെറിയ അട ഉണ്ടാക്കാൻ വേണ്ടി പോയത്. നമ്മളെടുക്കെ ഈ ഒരു അരുളപ്പാടില്ല, ദൈവത്തിൻ്റെ ആലോചന ഇല്ലാതെ നമ്മളെടുക്കൽ എന്തെങ്കിലും കാര്യം വേറൊരു ദൈവദാസം വന്ന് പറഞ്ഞാൽ നമ്മൾ അനുസരിക്കൂ? പലപ്പോഴും നമ്മൾ അനുസരിക്കത്തില്ല. നമുക്ക് മണ്ടക്കൂന്ന് തന്നെ കിട്ടിയാൽ മാത്രമേ, ഉദാഹരണം പറഞ്ഞ പാസ്റ്റർ പറഞ്ഞ ചിലത് അനുസരിക്കും, വന്ന പാസ്റ്റർ ഷിബോൻ ചാൻ പറഞ്ഞ അനുസരിക്കൂ? പാസ്റ്റർ പറഞ്ഞ ചിലത് നമ്മൾ ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ കിട്ടിയാൽ നമ്മൾ അനുസരിക്കും. പക്ഷേ പാസ്റ്റർ പറഞ്ഞ് ഞാൻ ഇങ്ങനെ കേട്ടു, ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു ഷിബോൻ ചാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അനുസരിക്കൂ? അല്ലെ നമ്മൾ അനുസരിക്കൂ? പാസ്റ്റർ നേരിട്ട് വന്നു പറട്ടെ, അപ്പം നോക്കാം, അല്ലേ? ഞാൻ അങ്ങനെ ചിന്തിക്കാറുണ്ട്. നിങ്ങളുടെ കാര്യം വിട്ടു. പലപ്പോഴും നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയാൽ മാത്രമേ അനുസരണം വരുത്തുള്ളൂ. പക്ഷേ എപ്പോഴും അങ്ങനെ ആവരുത്. കുഞ്ഞു കുട്ടിയിൽ കൂടെ ദൈവത്തിൻ്റെ വചനം അരുളി ചെയ്യും. അത് എവിടുന്ന് കേട്ടാലും വീട്ടിൽ പോയി നോക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണ്. ശരിയാണോ തെറ്റാണോ? ശരിയാണെങ്കിൽ അത് എടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണ്. ശരിയാണെങ്കിൽ, വചനം ശരിയാണെങ്കിൽ അത് ഉത്തരവാദിത്വത്തോടെ നമ്മൾ എടുക്കണം. നമ്മൾ അത് എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ അല്ല കാണിക്കുന്നത്, വേറെ എവിടെയല്ല കാണിക്കുന്നത്, ദൈവത്തിനോടാണ് കാണിക്കുന്നത്. അനുസരണക്കേട് നമ്മൾ കാണിക്കുന്നത് ഇവിടെ അല്ല, ദൈവത്തിനോടാണ്. ആര് വചനം പറഞ്ഞാലും അത് ശോധന ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്കാണ്, വ്യക്തിയെ അല്ല. വചനത്തെ ശോധന ചെയ്ത് നമ്മൾ മനസ്സിലാക്കുക, അതിൽ ജീവിക്കുക. ഇവിടുത്തെ ഏലിയാവ് അവിടെ ഏകാന്തതയിൽ ഇരുന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ വിധവയ്ക്ക് ആദ്യമേ വന്നപ്പോഴേ ഒരു നോ ആൻസറാണ് കേട്ടതെന്നുണ്ടെങ്കിൽ ഏലിയാവിൻ്റെ ഫീലിങ്സ് എന്തോ ആവും? ഏലിയാവിന് ദൈവത്തിനോടുള്ള ഉറപ്പ് നഷ്ടമാകുമോ? അതോ നമ്മുടെ ഈ സിറ്റുവേഷൻ വിട്ടു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ഫെയിലാവും. കാര്യം പലപ്പോഴും ഫെയിലാകാൻ സാധ്യത എന്തുകൊണ്ടാണെന്ന് അറിയാം, നമ്മൾ ആ ഷോർട്ട് ആൻസറുകളിൽ നമ്മൾ അങ്ങ് ഒതുങ്ങും. അല്ലെങ്കിൽ ആദ്യമേ കേൾക്കുന്നതിൻ്റെ അകത്ത് നമ്മൾ ഇവിടെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് എന്നാൽ ഒരു ചെറിയ അടയെങ്കിലും ഒന്ന് ഉണ്ടാക്കി തരുമോ, ഈ ഒരു റിക്വസ്റ്റ് പോത്തില്ല. പലപ്പോഴും നമുക്ക് ഓർഡറാണ്. ദൈവം നിന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നോ, നീ അത് ചെയ്തൂടെ, നിനക്കത് ചെയ്താൽ എന്താ? ഈ രീതിയിലല്ല, ഈ ഭാഗത്തിലല്ല, പക്ഷെ വേറെ രീതിയിലും നമ്മൾ ഈ ഉപദേശമാണ് പലപ്പോഴും കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പലരും ഉപദേശം അനുസരിക്കാത്തത്. നമ്മൾ കൊടുക്കുന്ന ഉപദേശത്തിൻ്റെ ട്യൂണും രീതിയും വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ആ ഉപദേശമായിട്ട് ചെല്ലാതെ കമാൻഡായിട്ടും മറ്റൊരു രീതിയിലും ചെല്ലുന്നത്. അതുകൊണ്ട് തന്നെയാണ് പലരും പലതും അനുസരിക്കാത്തത്. അത് അവരുടെ കുഴപ്പമാണോ നമ്മുടെ കുഴപ്പമാണോ? നമ്മുടെ കുഴപ്പമുണ്ട്, 100% നമ്മുടെ കുഴപ്പമുണ്ട്. കാര്യം ഇതെങ്ങനെ ഉപ്പിനാൽ രുചി വരുത്തി അങ്ങോട്ട് കൊടുക്കണമെന്നാണ് ദൈവം നമ്മളെടുക്കാൻ പറഞ്ഞേക്കുന്നത്. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. രുചി വരുത്തി തന്നെ കൊടുക്കണം, എന്നാലേ അത് ഭക്ഷിക്കത്തുള്ളൂ, എന്നാലേ അത് ഉള്ളിലോട്ട് പോകത്തുള്ളൂ. എനിക്ക് ഇതിൻ്റെ അകത്തുനിന്ന്, ഈ ഭാഗത്തുനിന്ന് ചിന്തിപ്പിച്ച്, ദൈവത്തിൻ്റെ ദാസന്മാരെ കരുതുവാൻ ദൈവം ഏതറ്റം വരെ നമ്മളെ കരുതുന്നു, അല്ലെങ്കിൽ നമ്മളെ കാണുന്നു, നമുക്ക് വേണ്ടത് ചെയ്തു തരുന്നു. ഏതൊരവസ്ഥയിലും ഏതൊരു പ്രതിസന്ധിയിലും ദൈവം നമ്മളെ കൈവിടത്തില്ല. ദൈവം പറയുന്നത് നമ്മൾ അനുസരിക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ അത് വെച്ച് ഓരോ സ്റ്റെപ്പ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ദൈവം ഒരു നാളും നമ്മളെ കൈവിടുന്നവനല്ല, ഒരു നാളും നമ്മൾ ഉപേക്ഷിക്കുകയില്ല.
നമ്മളുടെ അനുസരണം മാത്രമാണ് ഇതിന്റെ അടിസ്ഥാനം. നമ്മളുടെ വിശ്വാസം മാത്രമാണ് ഇതിന്റെ അടിസ്ഥാനം. ദൈവത്തിൽ വിശ്വസിച്ച് ഓരോ പ്രവർത്തികൾ ചെയ്ത് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കാൻ തക്കണം ദൈവം നമ്മളെ ബലപ്പെടുത്തണമെന്ന് പറഞ്ഞു എൻ്റെ വാക്കുകൾ.